എറണാകുളം ഡിസ്ട്രിക്റ്റിലെ വണ്ടിയുമായിട്ട് വരാൻ പറ്റിയ ഏറ്റവും ഹൈറ്റ് ഉള്ള സ്ഥലമാണ്. വെരി ബ്യൂട്ടിഫുൾ വ്യൂ. കാരണം ഞാൻ ഇതുവരെ വൈൽഡായിട്ട് കരടീനെ കണ്ടിട്ടില്ല, മറ്റേ പേജിലല്ലാതെ. എത്തിയിട്ടില്ല, നമ്മൾ 3/4 വഴിയായിട്ടേ ഉള്ളൂ. കുക്കു ഇനി വിളിക്കാത്ത ദൈവങ്ങളില്ല. രാമനെ ജപിച്ചോണ്ടിരിക്കുന്നു. രാമ 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 രാമ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ കുംഭം കാച്ചല് കാണുന്നത്. നോക്കട്ടെ, നമുക്ക് കുംഭം മാത്രമേ പരിചയമുള്ളൂ. ആനപ്പിണ്ടം ആനപ്പിണ്ടം. ഹലോ എവ്രിവൺ. നമ്മളിതേ കാണുന്നുണ്ടല്ലോ, കാട്ടിന്റെ നടുവിൽ വണ്ടി നിർത്തിയിരിക്കുകയാണ്. നമ്മൾ മാമലക്കണ്ടത്തിലേക്ക് ഡ്രൈവ് പോവാണ്. മൈ ഡിയേഴ്സ്, ഡ്രൈവ് അല്ല, നമ്മൾ അവിടെ ഒരു സ്റ്റേക്കേഷന് പോവാണ്. സാധാരണ ഞാനും ഗോപും കുഞ്ഞും മാത്രമായിട്ട് ഉണ്ടാവുള്ളൂ സ്റ്റേക്കേഷനൊക്കെ. ഇന്ന് നമ്മൾ കുറെ പേരുണ്ട്. സുദർശൻ ചേട്ടനുണ്ട്, സുദർശൻ, സുകുമാരൻ, റോഷൻ മോനുണ്ട്, റോഷൻ, ഷൈൻ മോനുണ്ട്, രതീഷ് ഉണ്ട്. അപ്പൊ നമ്മള് വലിയൊരു ടീമുണ്ട്. ഏറ്റവും ഹൈലൈറ്റ് ആദ്യംകുട്ടനുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ റേഞ്ച് കിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിർത്തിയത്. ഇനി വണ്ടി അതെ, കാട്ടുകൂടെ അങ്ങ് പോവാണ്. ഈ ഫോറസ്റ്റ് നിറയെ കാടാണല്ലോ, നിറയെ കാടാ. അപ്പൊ നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് പറഞ്ഞോ? നമ്മള് മരം റിസോർട്ടിലേക്ക് പോവാണ്. മാമലക്കണ്ടത്തിലുള്ള ഒരു കിടുക്കൻ പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ 2 ദിവസം നമ്മൾ അവിടെ അടിച്ചു പൊളിക്കാൻ പോവാണ്. കുറെ പാട്ടുകൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, നല്ല റൊമാൻറ്റിക് റീൽസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്, വ്ലോഗ് എടുക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, തണുപ്പുണ്ടാവുന്നു. അപ്പൊ ഒരു സ്റ്റേക്കേഷൻ വ്ലോഗ് ആഫ്റ്റർ സോ ലോങ്. അയ്യോ, അവിടെ കുഴിയാ. സോ എവ്രിവൺ, നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഓരോ സ്ഥലം കാണുമ്പോൾ നിർത്തണം വിചാരിക്കും. പക്ഷെ ഞാൻ ഈ വീഡിയോസ് ഒക്കെ കണ്ടോണ്ട് അറിയാം, മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കൂടുതൽ ബ്യൂട്ടിഫുൾ ആണ്, കൂടുതൽ റോഡ് ചെറുതായി വരും, ഫുള്ള് കാടാണ്. അപ്പം ഫസ്റ്റ് കണ്ട ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ സ്ഥലത്ത് ഞങ്ങൾ അങ്ങ് നിർത്തി. നോക്കാം, അപ്പൂപ്പന്താടി. ഞാൻ പറിക്കാം അപ്പൂപ്പന്താടി, ഞാൻ ഊതും. ഇപ്പൊ പോയാലേ. ഇതാണ് മരം റിസോർട്ട്. ഇപ്പൊ നല്ല ഉച്ച സമയമാണ്, അതുകൊണ്ട് ഞാനിപ്പോ പ്രോപ്പർട്ടി ഒന്നും കാണിക്കുന്നില്ല. അത് നമ്മൾ ഈവനിങ്ങിൽ കാണിച്ചു തരാം. പകരം നമുക്ക് റിസപ്ഷനിലേക്ക് പോവാം. നല്ല റിസപ്ഷൻ ആട്ടാ, കിടുക്കൻ റിസപ്ഷൻ. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ഇത് വെറൈറ്റി ആണല്ലോ അല്ലേ, ഏലക്കമല. നല്ല മണം, നല്ല മണം. ഹായ്. കുറി തൊട്ടായിരുന്നു. അടിപൊളി. മോളോട്ട് I'll be coming home and I am on my way. ഓക്കെ, അപ്പൊ സമയം ഇപ്പം 1:30 കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മളിനി റൂമിൽ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് ലഞ്ച് കഴിക്കാൻ നിന്ന വിശക്കും, നല്ലോണം വിശക്കുന്നുണ്ട് ഓൾറെഡി. അപ്പൊ നമുക്ക് ലഞ്ച് കഴിക്കാം. I wanna see you play the music of your heart. എന്തിനത് കൊത്തിക്കൊല്ലാനാണ്? ഓ, വേഴാമ്പൽ രാജവെമ്പാലൊക്കെ ഇട്ട് കൊടുക്കും ഞങ്ങള്. അതെയോ? കരടിണ്ട്. കാരണം ഞാൻ ഇതുവരെ വൈൽഡായിട്ട് കരടീനെ കണ്ടിട്ടില്ല, മറ്റേ പേജിലല്ലാതെ. ഇവിടെ കണ്ണാടി ഉണ്ടോ? അയ്യോ, തീരെ പൗഡറില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ പുറത്തുള്ള ഈ ഗ്രീനറി ആണ് നല്ല രസമുണ്ടല്ലേ. അകത്തൊരു തണുപ്പൊക്കെ നല്ല സുഖമുണ്ട് ഇരിക്കാൻ, കാറ്റ്. മോനെ ഒന്ന് ഇരുത്തിട്ടിരിക്കോ? ഞങ്ങൾ ആ ഗെയിം ഫിനിഷ് ചെയ്തിട്ട് വന്നേനെ. നമ്മള് ഉച്ചയ്ക്ക് എന്താ ഫുഡ് വേണ്ടത്? ഇപ്പോൾ ഫിഷ് കറി മീൽസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ദാലും ചോറും ഉണ്ട് ആര്യൻകുട്ടന്. നീ ബെൽറ്റ് അഴിച്ചോ കണ്ണോ? സാധാരണ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് ആര്യൻകുട്ടിയും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പം എങ്ങനെയാണ് ഫുഡൊക്കെ നോക്കുന്നത്. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് ആര്യൻകുട്ടിന് പ്രായമുള്ള ബേബീസ് ഉള്ളവരാണ്. അപ്പം ഇന്നിപ്പോൾ വിളിച്ചു പറഞ്ഞു ഞാൻ കുറച്ച് ചോറ് ഓവർ കുക്ക് ചെയ്ത് വെക്കാനും പിന്നെ പരിപ്പ് കറി പപ്പടം എന്നിട്ട് തൈരും ഉണ്ടാവുമല്ലോ. സോ അങ്ങനെ നമ്മൾ ഭയങ്കര സ്പെഷ്യലായിട്ടൊന്നും പറയാറില്ല. ഇതുപോലെ ചോറ് എരിവില്ലാത്ത എന്തെങ്കിലും കറി കൂട്ടി കൊടുക്കും. നമ്മളിവിടെയാ. സോ ലഞ്ചൊക്കെ കഴിഞ്ഞു, ഇനി കുറച്ചേരം റിലാക്സ് ചെയ്യാം, നമ്മള് റെസ്റ്റ് എടുക്കാം. റൂമിൽ കയറാണേ. വാ റൂം കാണാം. നല്ല വ്യൂ ആണ് കേട്ടോ എല്ലാ റൂമും. So welcome to our room. Home for 2 days. Yes, 2 or 3 days. നല്ല ഇതല്ലേ ചുമര്. അതെ, കളർ ടോൺ കൊള്ളാം. വലിയ റൂമാണ്, സ്പേഷ്യസ് ആണ്. അവിടെ ആര്യൻകുട്ടിന് ഓടിക്കളിക്കാൻ ഇനഫ് ആൻഡ് മോർ സ്ഥലമുണ്ട്. ഇത് ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ ഒക്കെ ഉണ്ട് കണ്ടോ. ഈ റൂമിന്റെ വലിപ്പം കൂടാതെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ, നമ്മുടെ ലഗേജസ് ഒക്കെ ഇതിനകത്തേക്ക് വെക്കാം. ദാറ്റ്സ് റിയലി നൈസ്. ഇവിടെ ഒരു കണ്ണാടി, ഇവിടെ ഒരു അലമാര. അവിടെ ഒരാൾ പണി തുടങ്ങിയിട്ടുണ്ട്. ഇനി തുണിയൊക്കെ മടക്കൽ നമ്മുടെ പണിയാണ്. എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഏത് റൂമിൽ വന്നാലും ഞാൻ വാഷ്റൂം നോക്കട്ടെ. കൊള്ളാം, നൈസ് അല്ലേ? നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ. ഈ ലാമ്പിന്റെ ഡിസൈൻ ഒക്കെ നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരിക്കണേ. പിന്നെ ഈ എന്താ പറയുക, ബെഡിന്റെ അത് നോക്ക്, ഹെഡ് റെസ്റ്റ് കൊള്ളാം. പിന്നെ ഇവിടെ വലിയൊരു ചെയറും ഇങ്ങനെ ഒരു സ്പേസ് ഒക്കെ ഉണ്ട്, കൊള്ളാം. ഇവിടെ ഒരു പാൻട്രി ഉണ്ട്, നമുക്ക് ടീ കോഫിയൊക്കെ ഉണ്ടാക്കാം. ഫുൾ എല്ലാം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്ത് സിമ്പിൾ ആൻഡ് നീറ്റ് ആണ് എല്ലാം. അപ്പം നമുക്കിനി ഇതൊക്കെ എൻ്റെ മോൻ്റെ പണിയാണ് കേട്ടോ. സോ ഫോർ ഷുവർ ടോഡ്ലറാണ് കൂടെ ഉള്ളത്. ഇനി നമുക്ക് ബാൽക്കണി നോക്കാം, ഇവിടുത്തെ വ്യൂ നോക്കാം. ആക്ച്വലി വ്യൂ ഇപ്പോഴല്ല കേട്ടോ, ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് ആ സൺലൈറ്റ് ഒക്കെ ഒന്ന് താണ്, നമുക്ക് അതേ അറിയുള്ളൂ. നട്ടുച്ചയാണ്, അതുകൊണ്ട് കുറച്ച് ബ്ലീച്ച് ആയിട്ടൊക്കെ ഉണ്ടാവും. നമുക്ക് നോക്കാം. ഞങ്ങളുടെ തൊട്ട് സൈഡിൽ തന്നെയാണ് സൂസൻ റോഷനും, അതിന്റെ തൊട്ട് മുകളിലാണ് ഷൈനും. അത് അമ്മ കൊണ്ടുപോകും. ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്ക് ആരും എവിടെയും പോവില്ല. സെറ്റല്ലേ? വൈകുന്നേരം ആവട്ടെ. എന്തായാലും ഉണ്ടല്ലോ, ഈ ഒരു സ്പേസ് ഭയങ്കര സുഖമുണ്ട്. നമ്മളിങ്ങനെ സിറ്റിയിൽ നിന്നൊക്കെ വന്നിട്ട് നേരെ നിന്ന് ഇങ്ങനെ ഈ ഒരു പച്ചപ്പും ഹരിതാപയും കാണാൻ ഒരു ഭയങ്കര വേർത്താ ഈ ഒരു ഡ്രൈവ്. നൈസ്. നമുക്കിനി മുകളിൽ പോകാം. അവിടെ പൂളുണ്ട് അല്ലേ? ഓക്കെ, മുകളിൽ ടബ് ഉണ്ട്, നമുക്കത് നോക്കിയിട്ട് വരാം. വാവ്, ഇതാണ് രാത്രിക്കുള്ള ടബ്. അതെ, അതും ഫുൾ ഇങ്ങനത്തെ വ്യൂ കൊള്ളാട്ടാ, പൊളിച്ചു. ടബിലിരുന്നിട്ട് ഈ വൈഡ് വെള്ളമാക്കി. ഇത് ശരിക്കും ഗംഭീരമായി. കാരണം അധികം ഇങ്ങനത്തെ ഓപ്പൺ റൂഫുള്ള ആൾക്കാർ ചെയ്യാത്തൊരു പരിപാടിയാണത്. ഓപ്പൺ ആയിട്ട് നല്ലൊരു ടബ്, ഫുൾ ഓപ്പൺ. മുകളിൽ മഴ പെയ്താൽ കൊള്ളൂല്ല. വ്യൂ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആയിട്ട് ഫ്രണ്ടിലേക്ക് പോയിട്ട് നല്ല മലനിരകൾ. ഈവനിങ് പൊളിക്കും. തണുപ്പത്ത് വന്നാൽ യു വിൽ ഡെഫിനറ്റ്ലി എൻജോയ്. ഇപ്പൊ ചൂടുണ്ട്, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചൂട് കുറയുന്ന പറഞ്ഞത്. പക്ഷെ ആ ജാനുവരി ഡിസംബർ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, പൊളിയായിരിക്കും അല്ലേ? ഇതിലിരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കാൻ. ഭയങ്കര ഓപ്പൺനെസ് ആണ് കേട്ടോ, ഭയങ്കര ഓപ്പൺനെസ് ആണ് അല്ലേ? നമ്മുടെ മൈൻഡും ഓപ്പൺ ആവും. എന്തായാലും നല്ല മരം എന്ന് പറയുന്നത് അന്വർത്ഥമാണ് കേട്ടോ. ചുറ്റും മരമാണ്, നല്ല കാട്. അപ്പൊ കേറില്ല. നല്ല നിറയെ പൂക്കളുണ്ട്, നിറയെ മരങ്ങളുണ്ട്, നിറയെ കിളികളുടെ ശബ്ദമുണ്ട്. നോക്ക്. സോ മാമലക്കണ്ടത്ത് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി അടിപൊളി. ഞാനിങ്ങനെ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എങ്ങോട്ടെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു എന്താ സ്ഥലത്തേക്ക് ഒരു ഡ്രൈവ്. അപ്പം എന്തായാലും അത് സാധിച്ചു. കുറേ നാളായി വിചാരിക്കണം. ഓക്കെ, അപ്പം ഞങ്ങളൊന്ന് പോയിട്ട് സെറ്റിലായിട്ടില്ല. പെട്ടിയൊക്കെ വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് റൂം ടൂർ തന്നു, പ്രോപ്പർട്ടി കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മളൊന്ന് പോയിട്ട് റിലാക്സ് ചെയ്തിട്ട് കുറച്ച് നേരം 5 മണിക്ക് നമുക്ക് ഇറങ്ങണം. ഇപ്പോൾ 3 o'clock ആയി. സോ നമ്മൾ ഈവനിങ് 5 മണിക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്തതാണ്.
പക്ഷെ സാഹചര്യങ്ങളുടെ കുക്കുവിന്റെ സമ്മർദ്ദം നേരെ നമ്മള് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മള് പോവാൻ ഇറങ്ങാണ്. ഇറങ്ങാൻ വൈകിയത് കാരണം 5:45 അരുൺ ഗോപൻ ഉറങ്ങിയത് കാരണം ഗൈസ് വെറുതെ ഇനി വല്ലതും കാണാൻ പറ്റിയാൽ കാണാം. പെട്ടെന്ന് ഇരുട്ടാവെന്ന് പറഞ്ഞാൽ നമ്മള് കൊയിനിപ്പാറ വ്യൂ പോയിന്റിലേക്ക് പോവാണ്. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ആരും ഉറങ്ങിയത്? അതെ, മേക്കപ്പ് അവളുടെ ജോലിയാണല്ലോ, അതുകൊണ്ട് നമ്മൾ വൈകി പോയി. ഗൈസ് അപ്പൊ ഈവനിങ് ആയി, നമുക്ക് കൊയിനിപ്പാറ പോയിട്ട് വരാം. ലേറ്റ് ആയി പോയി, സാരില്ല ബാ. 100 You repair my weakness, satisfying you while I keep bleeding. I don't know why you act like you innocent. You wanna take it. അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കൊക്കോ മരങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനോട് ചുമ്മാ ചോദിച്ചു, അല്ല ഇവിടെ കൊക്കോ കിട്ടുമെന്ന്. ഇപ്പൊ വേണോ വെച്ചിട്ട് ഒറ്റ നിർത്തല്. അപ്പൊ ഞങ്ങൾ 2 കൊക്കോ മേടിച്ചു. ആ ചേട്ടന്റെ കട. അതെ, Wanna let you go, but it's like something knows me tight. You might break my heart tonight, but I'm gonna hold it tight. Oh, it feels like yellow, yellow. It hurts like yellow, yellow, yellow. You have to let me go, yellow, yellow. It hurts like yellow. We tried too many times. You're misbehaving. You must have known me. You make me crazy, kinda like Johnny. Thumbs it down better, better. Making me lose my mind, 'cause I just don't know. Something in your eyes. മക്കളെ, ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഇജാതി ട്രാവൽ ആയിരിക്കും. എത്തിയിട്ടില്ല, നമ്മൾ 3/4 വഴിയായിട്ടേ ഉള്ളൂ. കുക്കു ഇനി വിളിക്കാത്ത ദൈവങ്ങളില്ല. എടാ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒരു മലയാണ്. ഇവരെന്തൊക്കെ ചെയ്യുന്നറിയോ? മലയിൽ ഇങ്ങനെ 4 ടയർ കൊണ്ട് പിടിച്ച് കയറിയത് നോക്ക്. ഇതുകൂടിയാ നമ്മൾ വന്നത്. ഗോവാജി പണ്ട് 2007 തുടങ്ങി. അല്ല എന്താണെങ്കിലും ഒരു വന്നതേ. ഇവര് മറ്റേ സ്പൈഡർമാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മറ്റേ ട്രെയിനിങ് കമ്പനിയിൽ എന്തോ മറ്റേ എടാ ഇങ്ങനെ 4 ടയറും ലിറ്ററലി മറ്റേ പാറകളിൽ അള്ളി പിടിച്ചാണ് കയറുന്നത്. നന്നായിട്ട് പറയാം, വ്യൂ ഒക്കെ നല്ലതാണ്. ഇത് അറിഞ്ഞിരുന്ന ഞാൻ ഈ ഭാഗത്ത് വരില്ലായിരുന്നു. പിന്നെ സൺസെറ്റ് ഇനി കാണാൻ പറ്റില്ല. എന്തായാലും നമുക്ക് വ്യൂ പോയിന്റ് കാണാം, പെട്ടെന്ന് പോവാം, കാരണം സമയമില്ല. അതുകൊണ്ടാണ് എന്റെ മോൻ പാവം, എന്റെ മോൻ 3-ാമത്തെ വയസ്സില് അവനെ കൊണ്ട് അഡ്വഞ്ചറിന് ഇറങ്ങിയിരിക്കുന്നു. അഡ്വഞ്ചറിന് Oh, it feels like yellow. അപ്പൊ നമ്മൾ സൺസെറ്റ് കാണാനാണ് വന്നത്. സണ്ണ് കറക്റ്റ് ആയിട്ട് സെറ്റായി. ഒരു 150 മീറ്ററും കൂടി നമുക്ക് പോകാനുണ്ട്. You had to let me go. എന്തായാലും ദൈവങ്ങൾക്ക് എന്നറിച്ചോർന്നു അറിയാം നിങ്ങൾക്ക്. രാമനും കൃഷ്ണൊക്കെ എണീറ്റ് ഓടി കാണും. ഫൈനലി ഞങ്ങള് കൊയിനിപ്പാറ എത്തി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എറണാകുളം ഡിസ്ട്രിക്ട്, ഇവിടുന്ന് അങ്ങോട്ട് ഇത് ബോർഡറാണ്, ഇത് നെക്സ്റ്റ് ഇടുക്കിയാണ്. എറണാകുളം ഡിസ്ട്രിക്റ്റിലെ വണ്ടിയുമായിട്ട് വരാൻ പറ്റിയ ഏറ്റവും ഹൈറ്റ് ഉള്ള സ്ഥലമാണ്. വെരി ബ്യൂട്ടിഫുൾ വ്യൂ. ഞങ്ങൾ സൺറൈസ് മിസ് ചെയ്തു, സൺസെറ്റ് മിസ് ചെയ്തു. എന്നാലും സൺ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു നോട്ടം കണ്ട്. 7 o'clock ആയി, 7 മണിയായി. ഇവിടുന്ന് പോവാണ് ജംഗിൾ സഫാരി. എന്തായാലും രാത്രി ആയിട്ടുണ്ട്. അതെ, ജമ്പ് ചെയ്തിട്ടാണ് സമാധാനമായിട്ട് ഇനി എങ്ങനെ പോകുന്ന യാതൊരു ഐഡിയ ഇല്ല. ഒറ്റത്തുള്ളി ലൈറ്റ് ഇല്ല, ഇനി ജീപ്പിന്റെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഈ പാറക്കൊന്ന് ഇറങ്ങണം. അപ്പൊ കാട് വഴിയാണ് പോകുന്നത്. ആനേനെ കണ്ടാ കണ്ടു, ഇല്ലെങ്കിൽ ഇല്ല. കണ്ടാ പേടിയാവോ, നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ലെറ്റ്സ് ഗോ ബാക്ക്. പോകുന്ന വഴിക്ക് എനിക്ക് ഈ ഇരുട്ടിൽ എന്തായാലും ആനേനൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നില്ല. ഷൈൻ അതിവിദഗ്ധമായിട്ട് വല്ലതും ഷൂട്ട് ചെയ്ത് എടുത്താലായി. നമ്മള് എറണാകുളത്തെ വൺ ഓഫ് ദ ഹയസ്റ്റ് ചായക്കടയിലാണ് അല്ലേ? ചേട്ടന്റെ പേരെന്താ? സാജു ചേട്ടന്റെ ചായക്കടയിലാണ് നമ്മളിപ്പോ ഉള്ളത്. അയ്യോ എന്നാ കുട്ടൻ ചേട്ടൻ ആരാണ്? കുട്ടൻ ചേട്ടനും ഉണ്ട്, കൂടെ കിട്ടുമുണ്ട്. ഓക്കെ, കിട്ടു കുട്ടൻ ചേട്ടന്റെ ചായക്കടയിലാണ് നമ്മള് ഇടയിൽ ഒരു ബ്രേക്ക് എടുക്കാൻ കയറിയിരിക്കുന്നത്. നമ്മൾ പോകുമ്പോഴേ ഇവിടെ നോക്കിയിരുന്നു. അപ്പൊ സൺസെറ്റ് ആവണ്ട, കഴിഞ്ഞിട്ട് വരാന്നൊക്കെ വിചാരിച്ചു വന്നതാ. ശരിക്കും ഈവനിങ് ഈ ചായക്കട ഭയങ്കര രസമായിട്ട് കാണാൻ. അവിടുന്ന് കാണുമ്പോൾ ബാക്കിൽ ആ ലൈറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് മുകളിലോട്ട് പോയിട്ട് സ്ഥലം കാണാൻ പറ്റില്ല. ടൈം ഇല്ലാത്തതുകൊണ്ട് നിർത്താണ്ട് പോയതാണ്. വരുമ്പോൾ കുടിക്കാൻ വിചാരിച്ചു. ഈ പോകുന്ന വഴിക്കൊക്കെ ഹോം സ്റ്റേസ് ഉണ്ട്. ആക്ച്വലി എങ്ങനെ എത്തുന്നു എങ്ങനെ നിൽക്കുന്നു എന്നറിയില്ല. പക്ഷേ നിൽക്കുന്നവർക്ക് ഭയങ്കര ശാന്തതയായിരിക്കും. ഒരു മൊബൈലിന് റേഞ്ചും ഇല്ല, വേറെ ഒരു പ്രശ്നവും ഇല്ല, ശല്യവും ഇല്ല.
നിങ്ങളൊക്കെ ഒന്ന് ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ സ്ഥലം. അപ്പൊ സ്നേഹത്തോടെ ഫസ്റ്റ് ക്ലാസ് ചായ. എന്റെ ബണ്ട ചായക്കോപ്പയിലൊക്കെ കൊടുക്കാത്ത അങ്ങനെ ചെയ്യരുത്. ഒരു പാട്ട് പാട് ഗൈസ്. നിങ്ങൾ എന്തിനാ ഇവരെയാണ് എന്തിനാണ് സ്റ്റേക്കേഷൻ കൊണ്ടിരുന്നത് മൂന്നെണ്ണത്തിന്? ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. കൊമ്പെട് ജും തജും 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 കുടം കൊട് ജും തജും 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 തപ്പെട് ജും തജും 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 പുറം കൊട് ജും തജും 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 ജും നഗര തീരങ്ങളിൽ ലഹരിയിൽ കുളിരവേ. അപ്പൊ നമ്മള് ഇവിടുന്ന് ചായ കുടിക്കുന്നു. ചായ കുടിച്ചിട്ട് നമ്മള് കാട് വഴി തിരിച്ച് നാട്ടിലേക്ക് ഇറങ്ങാൻ പോവാണ്. നമ്മുടെ റിസോർട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോവാണ്. ദെൻ അവിടെ ചെന്ന് ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്ത് തീർക്കും. You had to let me go. Heartbreaks and heartaches. We tried too many times. Heartbreaks and heartaches. We tried too many times. No one knew you like I do. Wonder why you want me by your side. അങ്ങനെ നമ്മൾ വലിയൊരു ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ റിസോർട്ടിലേക്ക് തിരിച്ചെത്തി. നമ്മുടെ ചേട്ടൻ ഇവിടെ റെഡി ആയിട്ട് കുറച്ച് നേരമായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് നമ്മളൊരു ലൈവ് കുക്കിംഗ് സെഷൻ ചെയ്യാൻ പോവുകയാണ്. ഇത് റിസോർട്ടിൽ നിന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് അറേഞ്ച് ചെയ്ത ഒരു ആക്ടിവിറ്റിയാണ്. ചെല്ലപ്പൻ ചേട്ടൻ ഇവിടെ തന്നെയുള്ള ആളാണ് അല്ലേ? ആ, എന്താ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണേ? നമുക്ക് എന്താ? കുമ്പം കാച്ചുകാന്ന് പറയും. കുമ്പം കാച്ച ആദിവാസികൾ കാട്ടിൽ കയറുമ്പോൾ ഇച്ചിരി മുളക് പൊടി ഉപ്പ് മാത്രം കൊണ്ടുപോകുള്ളൂ. അവിടുന്ന് കാട്ടിൽ നിന്ന് എന്തെങ്കിലും പിടിച്ച് ഭക്ഷണം ഉണ്ടാക്കി അവരെ കുമ്പത്തിലിട്ട് വേവിച്ച് ഭക്ഷണം. അപ്പൊ തേന തള്ളി കാട്ട് കിഴങ്ങുകളെല്ലാം എടുക്കാൻ പോകുമ്പോ അവര് ചെയ്യുന്ന പരിപാടിയാണ്. അവർ പാത്രം ഒന്നും കൊണ്ടുപോകല, എല്ലാം ഒരു വാക്കത്തി മാത്രമേ അതിൽ കാണൂ. ഓ, തുടങ്ങാം നമുക്ക്. നല്ല വിശപ്പുണ്ട്, പെട്ടെന്ന് നമുക്ക് ഫുഡും കഴിക്കുന്നത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ കുമ്പം കാച്ചല് കാണുന്നത്. നോക്കട്ടെ, നമുക്ക് കുമ്പ മാത്രമേ പരിചയമുള്ളൂ. നമുക്ക് ഈ കുമ്പം മാത്രമേ പരിചയമുള്ളൂ ഗൈസ്. ഈ കുമ്പ മല്ലിപ്പൊടി. ആ, ഇതിലും വലിയൊരു കുമ്പയുണ്ട് അരുൺ ഗോപൻ. ഇല്ല ഇല്ല, അത്രയൊന്നുമില്ലേ. ഇതെല്ലാം ലൈവാണ് ഗൈസ്. കണ്ടോ, മുള എടുക്കണു. അതിനകത്ത് ഇത് നിറയ്ക്കും. ഓക്കെ, എന്ത് ക്ലീനാ നോക്കി ഇതിന്റെ അകം. ഓക്കെ, ശരിക്കട്ടോ, എന്തിനാണ് ഇവർ പാത്രങ്ങളുടെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതിന്റെയൊക്കെ ടേസ്റ്റ് ഒരു തുള്ളി വെള്ളമില്ല. ആ, അവിടം വരെ എത്താൻ ആ ശബ്ദം നോക്ക്. ഇത് വേറെ ഭയങ്കര എക്സ്പീരിയൻസ് ആയി പോയി. ഗോപുന് മിസ്സായല്ലോ. പക്ഷേ ഗോപു ആക്ച്വലി നമ്മളെ കുഞ്ഞുമൂന്ന് ചോറ് കഴിക്കേണ്ട സമയത്തുണ്ട്. അപ്പം ഗോപു ആണ് ഇന്ന് വോളണ്ടിയർ ചെയ്തത് ചോറ് കൊടുക്കാന്ന് പറഞ്ഞിട്ട്. ചായ ഉണ്ടാക്കി കഴിക്കാം. ചേട്ടൻ പറയുന്നത് ഇതിൽ ചായ ഉണ്ടാക്കാം, ചോറുണ്ടാക്കാം, ചായ പായസം ഉണ്ടാക്കാം. പായസം ഞാൻ കേട്ടിട്ടുണ്ട്, വയനാടൊക്കെ പോകുമ്പോൾ അവർ ചെയ്യാറുണ്ട്. മുളയേരി പായസം, അരിപ്പായസം. ഇത് അടയ്ക്കാൻ പോവാണേ. ഇതിൽ വെള്ളം ഒന്നും നിറച്ചിട്ടില്ല, അങ്ങനെയാ പറഞ്ഞത്. ഇപ്പോൾ ഇതിൽ നിന്ന് ഇപ്പൊ ചേട്ടനെ എടുത്തിട്ട് ഒന്ന് കുറച്ച് ദൂരം അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന്റെ അകത്തു നിന്നുള്ള എയർ പോണത്ര, ഇല്ലെങ്കിൽ അത് ഇങ്ങോട്ട് പൊട്ടിത്തെറിക്കും എന്നാണ് പറയുന്നത്. ആ, അപ്പൊ നമ്മള് അതെടുത്ത് മാറ്റി വെച്ചിട്ട്. അയ്യോ, ആണോ? ആ ചിക്കനൊക്കെ റബ്ബറിന്റെ കഴിച്ചോ ഗോപീനസ്, കഴിച്ചോ അവൻ. നോക്കിക്കോ, ഈ മുള എന്താ കത്താത്തത്? ആക്ച്വലി അല്ല, പച്ചമുള ആയതുകൊണ്ടാണോ? അത് പച്ചമുള. അത് അതിന്റെ ഉള്ളിൽ ഇത്രയും കത്തിയിലൊരു ഡയമീറ്ററിൽ ഇതുണ്ട്, തിക്നെസ്സിൽ ഇതിന്റെ ഇതുണ്ട്. ഓ, അതിങ്ങനെ നല്ല മണം. ഈ മണം ഉണ്ടല്ലോ, ആയിഷ്. ഞാൻ അതിനകത്ത് ഇങ്ങനെ തിളക്കുന്നടാ. റോഷ, ഞാൻ തിളക്കുന്ന അതിന്റെ ഉള്ളിൽ നിന്ന് തിളക്കുന്ന സൗണ്ട്, ഇങ്ങനെ സൗണ്ട്.
Come on, darling. ഓ എന്റെ മോനെ അടിപൊളി ചേട്ടാ. ഓ ഹോ ഹോ ഹോ. അതാണ്. ആ ഇനി എടുത്തോ മോനെ. ലവ്ലി, ഫാബ് ടേസ്റ്റ് ആയിട്ടുണ്ട് മക്കളെ, ഫാബുലസ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മോനെ കൊടുക്കാവോ? ഓ എന്താ വേവ്, എന്താ മസാല, സൂപ്പർ. അപ്പം നിങ്ങളിവിടെ വരുമ്പം ചേട്ടനോട് ഇത് ഉണ്ടാക്കി തരാൻ പറയണം കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ചെല്ലപ്പൻ ചേട്ടൻ്റെ കുമ്പം കാച്ചിലൂടെ വന്നാൽ. അപ്പോൾ ഡിയേഴ്സ്, നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഡേ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഡിന്നർ ഇപ്പം കഴിക്കും, നേരെ അവരവരുടെ റൂമിൽ ചെന്ന് കുറച്ച് നേരം പാട്ടൊക്കെ പാടി ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരുന്ന് ജോലി അടിച്ച് ഞങ്ങൾ ഉറങ്ങും. അത്രയേ ഉള്ളൂ. എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. എൻറ്റയർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഇവിടുത്തെ നമ്മളെ ഹോസ്റ്റ് ചെയ്തതായാലും ഇവരുടെ ഹോസ്പിറ്റാലിറ്റി ആയാലും സ്റ്റാഫ് ആയാലും എല്ലാം നല്ല, ഫുഡായാലും ഭയങ്കര വാമായിട്ടുള്ള വെൽക്കമിങ് ആയിരുന്നു. അതെ, നമ്മൾ പോയതാണെങ്കിലും പോയ ഡ്രൈവേഴ്സ് ആണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരും നമുക്ക് മുന്നേ അറിയുന്ന ഒരു ഫീലാണ് എല്ലാവരും. ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഭയങ്കര അടിപൊളിയാണ്. അത് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യണം. ട്രക്കിംഗ് ആയാലും ഈ നമ്മൾ സൺസെറ്റ് കാണാൻ പോയതായാലും ഇവിടുത്തെ ഈ ഒരു കുംഭം കാച്ചിയതായാലും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്. അതെ, കിണ്ണം കാച്ചിയത്. അപ്പോൾ മാമലക്കണ്ടത്തിലേക്ക് ഒന്ന് വരിക എല്ലാവരും. നാളെ മോർണിംഗ് ഇവർക്കൊരു ട്രക്കിംഗ് പ്ലാൻ ഉണ്ട്, ഏർലി മോർണിംഗ് അരുവിയുടെ സൈഡിലൊക്കെ പോയിട്ട്. അപ്പം ഞാൻ എന്തായാലും പോകുന്നുണ്ടാവില്ല, കാരണം കുറച്ച് നടക്കണം. മോർണിംഗ് കൊണ്ട് നടക്കൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ യു ഗൈസ് ഗോ ആൻഡ് എൻജോയ് ദാറ്റ്. ഓക്കെ, കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് വരും, ഞാനും കൂടെ കാണട്ടെ. ഞാൻ കഷ്ടപ്പെട്ട് മോർണിംഗ് കൊണ്ട് ഒറ്റയ്ക്ക് എ സിയിലിട്ട് ഉറങ്ങിക്കോളാം. അപ്പോൾ ഗൈസ് ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ. I'll be coming home, then I'll be at your door. When I'll be coming home, ഇവിടുത്തെ നല്ല വ്യൂ ആണ് രാവിലെ, കണ്ടല്ലോ നിങ്ങൾ. അതേപോലെ തന്നെ ഇപ്പം നമ്മളെ റൂമിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ രാവിലെ എണീറ്റ് കുറച്ച് നേരം വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചു. പക്ഷെ ഇവരെ എണീപ്പിക്കേണ്ട രീതിയിൽ അത്ര അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നാളെ എൻജോയ് ചെയ്യാൻ പറ്റുന്നു. the longing of my heart, the wish I carry high whenever we're apart. ഇനി തിരിച്ചു കയറണ്ടേ എന്ന് ആലോചിക്കുമ്പോഴാണ് അത്യാവശ്യം നല്ലോണം കിട്ടാം. When I look deep into your eyes, അടക്കി ഇഷ്ടംപോലെ കിടക്കണ്ടേ അടക്കം. when I look deep into your eyes, when I'll be coming home, and I am on my way. മാനപ്പിണ്ടം ഇവിടുന്ന് ഇങ്ങനെ നടന്നിങ്ങനെ കയറി പോകും. സെൻസൊക്കെ ഉണ്ട്, സെൻസിന് കാര്യമില്ല. I wanna see you play. വെള്ളം വളരെ കുറവാണ്, എന്നാലും ഭയങ്കര ബ്യൂട്ടിഫുൾ കാം ക്ലീൻ ഏരിയ ആണ്. അപ്പം നമ്മൾ ഫൈനലി നമ്മളെ സ്ഥലത്തെത്തി. നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം, ഭയങ്കര കാം. വെള്ളത്തിൻ്റെയും കിളികളുടെയൊക്കെ ശബ്ദം അല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ ഇല്ല. I'm followed by your light. Whenever we're apart, it takes me through the night. When I look deep into your eyes. സോ ഞങ്ങൾ ഇവിടുന്ന് നല്ലൊരു കുളി കുളിച്ചു, പിന്നെ നല്ലൊരു പാട്ട് ഷൂട്ട് ചെയ്തു. സമയം നല്ലോണം വൈകി. കുക്ക് അവിടെ പാവം കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ 1/2 മണിക്കൂർ നടത്താം. തിരിച്ചു പോകുമ്പോഴത്തേക്ക് പട്ടിയാവും. അപ്പോൾ ലെറ്റ്സ് ഗോ. ഹലോ. സോ ഗൈസ്, നമ്മളുടെ ഇവിടുത്തെ സ്റ്റേയുടെ സെക്കൻഡ് ഡേ ആണ്. ഈവനിങ് ടൈമായി.
ആൻഡ് നമ്മളുടെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാനും കൂടി സമയമായി. ഓൾറെഡി വലിയൊരു ലെങ്തി വ്ലോഗാണ്. ഇവര് രാവിലെ ട്രക്കിങ്ങിന് പോയി. നല്ല സ്ഥലമായിരുന്നു. അരുവി കുളിച്ചോ നിങ്ങള്? പിന്നല്ലേ ഞങ്ങള് 3 പേരും മറ്റേ ഒരു പോണ്ടിൽ ഇറങ്ങിയിരുന്ന് വേറൊരു സാധനം ഉണ്ടേ, പോകുന്ന വഴിക്ക് കുഞ്ഞു തുളയുണ്ട്. ആ തുളയിൽ ഇറങ്ങിപ്പോയാ തൊട്ടടിക്ക് പോകുന്നു. അത്ര കാര്യത്തിലാ അങ്ങനെ പോയവരുണ്ട്. ഞങ്ങൾ ഒന്നിനും പോയില്ല, മാന്യമായിട്ട് പോയിട്ട് കുറച്ച് വെള്ളത്തിൽ അപ്പൊ എന്തായാലും 2 ദിവസം നമ്മൾ ഇവിടെ അടിച്ചു പൊളിച്ചു. നിങ്ങള് മാമംഗലത്തേക്ക് വരിക, മരം റിസോർട്ടിലേക്ക് നിങ്ങള് മാമലക്കണ്ടം വരിക, മരം റിസോർട്ടിൽ സ്റ്റേ ചെയ്യുക, ഇതുപോലെ നല്ല നല്ല ആക്ടിവിറ്റീസ് ഒക്കെ എൻജോയ് ചെയ്യുക. ഇന്നും ആക്ടിവിറ്റി എന്തോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വയ്യാഞ്ഞിട്ട് പോവാത്ത വൈകുന്നേരം. ഏതോ ഒരു ട്രക്കിംഗ് എന്നും പറഞ്ഞു. അപ്പൊ ഇന്നലെ ഞങ്ങള് മറ്റേ സൺസെറ്റ് കാണാൻ പോയി, ഇന്ന് ഈ താഴെ പോയി. വൈകുന്നേരം ഒരു സാധനം കൂടി കുമ്പങ്കാച്ചി. അതെ, പക്ഷെ ഇനി പോകാൻ വയ്യാത്തോണ്ടും നമ്മളിവിടെ റിലാക്സ് ചെയ്യാൻ പോകുന്നതും നമ്മള് എന്നിട്ട് നാളെ മോർണിംഗ് ചെക്ക്ഔട്ട് ചെയ്യാണ് ഇവിടുന്ന്. അപ്പം മരം റിസോർട്ടിലെ എല്ലാവർക്കും വലിയൊരു താങ്ക്സ്, നമ്മളെ ഹോസ്റ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങൾ ഈ സ്റ്റേക്കേഷൻ വ്ലോഗ് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മൾ കുറേ ഇതുപോലത്തെ ട്രാവൽസ് പ്ലാൻ ചെയ്യുന്നത് ബാക്ക് ടു അവർ സ്റ്റേക്കേഷൻ തിങ് പ്ലസ് മ്യൂസിക് കൂടെ കൂട്ടാം. ഞങ്ങള് വരുന്നില്ല. അപ്പൊ ശരി, ഞങ്ങള് വരുന്നില്ല. അപ്പൊ ഞങ്ങള് കുറെ പാട്ടുകളും ഇൻസ്റ്റാഗ്രാമിൽ നിറയെ പാട്ടുകൾ വരുന്നുണ്ട്, നല്ല വ്ലോഗ്സ് വരുന്നുണ്ട്. ഇനിയും ലവ് യു ഓൾ. ബൈ ബൈ. ഷൈൻ മോൻ ഇന്ന് പോവാണ് കേട്ടോ. അപ്പൊ ഷൈൻ മോൻ